ശുഭയാത്രാ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്പീച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ സൗഹൃദ പരിശോധന നടത്തുന്നതാണ്. നിയമം പാലിച്ചവർക്ക് നമ്മൾ മധുരം നൽകും, പാലിക്കാത്തവർക്ക് ബോധവൽക്കരണം ചെയ്യും. അപ്പോൾ സാറ് ഹെൽമെറ്റ് ഇട്ടു, നിയമം പാലിച്ചതുകൊണ്ട് മധുരം നൽകി. ഓ താങ്ക്സ്. മുമ്പിലിരിക്കുന്നവരും സൈഡ് സീറ്റിലിരിക്കുന്നവരും ബെൽറ്റ് ധരിച്ചിരിക്കണം. എല്ലാ സുരക്ഷാ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റോഡിലേക്ക് പോകാൻ പാടുള്ളൂ. പിന്നെ ഈ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ പോകേണ്ടത്. പിന്നെ രാത്രിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ സൈഡാക്കിയിട്ട് അതൊക്കെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ പോകാൻ. ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കും പിറകിലിരിക്കുന്നവർക്കും ഹെൽമെറ്റ് വേണം. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കാനുള്ള നമ്മൾ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റോഡിലോട്ട് പോകേണ്ടത്. ഒരു ജീവനം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഹെൽമെറ്റ് ധരിക്കാൻ നമ്മൾ പോലീസുകാർ കാണുമ്പോൾ മാത്രമല്ലല്ലോ, അല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ പോകുന്നുള്ളതെങ്കിലും നമ്മൾ ഹെൽമെറ്റ് എന്തായാലും ധരിക്കണം. അപ്പോൾ നമ്മൾ തലയുടെ സുരക്ഷയ്ക്കാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ പോകുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ്. അതിൽ സാർ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്, പക്ഷെ സ്റ്റാൻഡ് ഇട്ടിട്ടായിരുന്നുള്ളത്. ഇനി അത് ആവർത്തിക്കാതെ നോക്കണം. സാറ് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ട് ശരിയായ രീതിയിൽ. നമ്മളൊരു സ്നേഹ സമ്മാനം നൽകുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അപ്പൊ സാറ് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്, സ്ട്രാപ്പ് ഇട്ടില്ലല്ലോ ഹെൽമെറ്റിന്റെ. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കുക. നമ്മളെ വീട്ടിൽ നമ്മളെ കുടുംബമുണ്ട്, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയാൽ പോലും പേടിക്കുന്ന എല്ലാവരും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും സങ്കടപ്പെടും. രാത്രിക്ക് നമുക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈഡാക്കിയിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ റെസ്റ്റ് ചെയ്ത് പോവുക. വാഹനങ്ങൾ ഓടിക്കുമ്പോഴുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനും ചെയ്യുന്നവർക്ക് ഒരു സ്നേഹ സമ്മാനം നൽകുന്നതും ഇതെല്ലാം ചെയ്യാത്തവർക്കുള്ള ഒരു ബോധവൽക്കരണം കൂടെ നൽകാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാറ് സീറ്റ് ബെൽറ്റ് എല്ലാം ധരിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുക. സ്നേഹ സമ്മാനം അതിൽ സാറ് പാലിച്ചതിനാൽ നമ്മളൊരു സ്നേഹ സമ്മാനം നൽകുന്നുണ്ട്. നിയമം പാലിക്കേണ്ടത് ഇന്ത്യൻ പൗരന്റെ ആവശ്യമാണ്. ബാക്ക് പാസഞ്ചർ ഹെൽമെറ്റ് ഇടണം. പിന്നെ എപ്പോ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ 2 ഹെൽമെറ്റ് കരുതണം. ഏട്ടനുള്ള കുഴപ്പമില്ല, ഒരു ഹെൽമെറ്റ് മതി. പക്ഷേ ബാക്കിൽ ഒരാളുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഏട്ടന് കുഴപ്പമില്ലെങ്കിൽ ഏട്ടന് കുഴപ്പമുണ്ട്. ഏട്ടനൊരു കുടുംബം ഉള്ളതല്ലേ, അപ്പൊ ഇനി മുതൽ ശ്രദ്ധിക്കുക. ഫോളോ ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും തന്നെ എല്ലാം ഫോളോ ചെയ്ത് പോകണം. SPCയുടെ ശുഭയാത്രാ പദ്ധതിയുമായിട്ടുള്ള ഭാഗമായിട്ടാണ് ഇന്നത്തെ ട്രാഫിക് നിയമത്തിന്റെ ബോധവൽക്കരണ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ പ്രവർത്തനം. ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകാനും അത് സ്വയം മനസ്സിലാക്കാനും നമുക്ക് അതിലൂടെ കഴിഞ്ഞു. 2 വീലർ ഓടിക്കുന്നവർക്ക് ഹെൽമെറ്റ് ധരിക്കാനുള്ള ആവശ്യകതയും അത് ധരിച്ചിട്ടില്ലെങ്കിലുള്ള പ്രയാസങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു, ബോധവൽക്കരണ ക്ലാസ് കൊടുത്തു. മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് സീറ്റ് ബെൽറ്റ് ധരിക്കാനുള്ള ആവശ്യകതയും അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം വണ്ടി ഓടിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അത് പറയുന്നതിലൂടെ നമ്മൾ സ്വയം മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈൻ ബോർഡുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഓടിക്കാനും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് അതിലൂടെ നമുക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്നത്തെ ഒരു പ്രവർത്തനം നമുക്ക് മികച്ചൊരു അനുഭവം തന്നെയായിരുന്നു SPC സംബന്ധിച്ചിടത്തോളം കിട്ടിയത്. നിരത്തിലൂടെ ഓടുന്ന വണ്ടികൾക്ക് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം. നിയമങ്ങൾ പാലിക്കാത്തവർക്ക് ബോധവൽക്കരണം നൽകാനും നിയമങ്ങൾ പാലിച്ചവർക്ക് മധുരം നൽകാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചുള്ള ഒരു മികച്ച അനുഭവമായിട്ടാണ് തോന്നിയത്. SPCയിൽ വന്നതിന് ശേഷം വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. കേരള പോലീസും SPCയും തമ്മിൽ സംയുക്തമായിട്ട് യാത്രക്കാരും വാഹനം ഓടിക്കുന്നവർക്കുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഇവിടുന്നത്. ശുഭയാത്ര എന്നാണ് ഇതിന്റെ പേര്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് നമ്മളെ പോലീസുകാരുടെ ഡ്യൂട്ടി പോലെ പോലീസുകാരുടെ കൂടെ തന്നെ നിന്നിട്ട് എങ്ങനെയാണ് പോലീസുകാർ ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കി അതുപോലെ തന്നെ അവരും ചെയ്ത്, അതുകൂടാതെ കുറച്ചും കൂടി ജനകീയമായിട്ട് നമ്മൾ ഈ പരിപാടി നടത്തിയിട്ടുണ്ട്. എല്ലാ റൂൾസും ചെയ്തവരും, അതായത് ഹെൽമെറ്റ് ധരിച്ചവർക്കും സീറ്റ് ബെൽറ്റ് ഇട്ടവർക്കെല്ലാം നമ്മൾ മധുരം നൽകി, അത് ഇടാത്തവർക്ക് ബോധവൽക്കരണങ്ങൾ നല്ല കൃത്യമായിട്ട് നമ്മുടെ SPC കുട്ടികൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ SPC കുട്ടികൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും.